അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട് പ്ലാന്റ് സ്വീറ്റ് ലൂബി ആണ്. ഇതിൻ്റെ പേരാണ് സ്വീറ്റ് ലൂബി. ഇപ്പോൾ സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല പ്ലാന്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും ഇതിൽ നമുക്കിവിടെ കായൊക്കെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള സ്വീറ്റ് ലൂബി ഇത് തന്നെയാണെന്ന് നിങ്ങളൊന്ന് പറയുക. അത് ഇത് കണ്ട അടിപൊളി കളറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കളറിലാവുമ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഇതെല്ലാം കവറിലിട്ട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു, സൂക്ഷിച്ച് ഇതൊക്കെ ഒന്നും കിളികളൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ ഏതായാലും ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ലൂബിക്ക് കുറച്ചുകൂടി മധുരമുള്ള ഒരു ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ഒരുപാട് പ്ലാന്റുകളൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി നട്ട് വളർത്തുന്നവരാണ്. നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയാൻ അത് കായ്ക്കുന്നവരെ കാത്തിരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി വച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് സ്വീറ്റ് ലൂബി അഥവാ മധുര ലൂബി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. നമ്മൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലെയറിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് മുഖേനയാണ്. നമ്മുടെ സാധാരണ ലൂബിയുടെ പഴുത്ത കായ്കളുടെ നിറമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കായ്കൾ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. സാധാരണ ലൂബിയുടെ കായ്കളെ അപേക്ഷിച്ച് നല്ല മധുരമാണ്, ആരും ഇഷ്ടപ്പെടുന്ന നല്ല രുചിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിവിടെ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ ഹൈറ്റ് കുറച്ച് പ്രൂൺ ചെയ്ത് ഒക്കെ നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കും വളർത്താവുന്ന ഒരു പ്ലാന്റാണ് സ്വീറ്റ് ലൂബി. നമ്മുടെ സാധാരണ ലൂബി അങ്ങനെയല്ല, മരമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് വളർത്താൻ സാധിക്കുന്നതല്ല. സാധാരണ ലൂബി നല്ല ഉയരത്തിൽ മരമായിട്ട് വളരുന്നവയാണ്. പക്ഷേ ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറയാനാണെങ്കിൽ സാധാരണ ലൂബിയുടെ കായ്കളെക്കാളും ഒരല്പം ഇതിൻ്റെ കായ്കൾക്ക് വലിപ്പം കുറവായിരിക്കും എന്നുള്ളതാണ്. സാധാരണ ലൂബിക്ക് പുളിരസമാണ് മുൻപിൽ നിൽക്കുന്നതെങ്കിൽ ഇതിന് മധുരമാണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് മധുര ലൂബിക്ക് വളമായിട്ട് കോഴിക്കാഷ്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി എന്നിവയൊക്കെ നൽകാം. കോഴിക്കാഷ്ടം നൽകുമ്പോൾ മഴക്കാലത്ത് വേണം നൽകാനായിട്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തുന്ന ചെടികളാണെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് അതിൻ്റെ ആ ഒരു തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതൽ കായ്കളൊക്കെ കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യുക. കായ കൊഴിച്ചിൽ തടയാനായിട്ട് നമുക്ക് എഗ് അമിനോ ആസിഡ് തയ്യാറാക്കി അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എഗ് അമിനോ ആസിഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ എടുത്തു തരാം. അപ്പോൾ സ്വീറ്റ് ലൂബി വാങ്ങിച്ചിട്ട് അതിൽ നിറയെ മുള്ളുകളാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പല ഇനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. മുള്ളില്ലാത്ത ഇനം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുള്ളുള്ള ഇനം കുറച്ചുകൂടി വലുതായിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിലെ സ്വീറ്റ് ലൂബി വാങ്ങി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വാങ്ങിയപ്പോൾ എത്ര രൂപയായി എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന മറ്റുള്ള കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ നേരത്തെ സ്വീറ്റ് ലൂബി കണ്ടില്ലേ, അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഏകദേശം ലൂബിയുടെ ഒരു ഇലയോട് ചെറിയൊരു സാമ്യം അല്ലേ? നന്നായിട്ട് കായ് പിടിക്കും. അത് മധുരത്തിൽ കൂടുതൽ അതൊരു ടേസ്റ്റ്, അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഇതേതായാലും നമ്മൾ കഴിച്ചിട്ടില്ല, എന്നാലും ഡിബിൻ കഴിച്ചിട്ട് അടിപൊളിയാണെന്നാണ് പറയുന്നത്. ആ, ഇവിടെ കായ്ച്ചിട്ടുണ്ടോ? പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കായത ഉണ്ടായിട്ടുണ്ട് ഇവിടെ. കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.